വെൽക്കം ബാക്ക്. അപ്പം ഈ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ബെന്യാമിൻ്റെ അടുത്ത ട്വിൻ നോവലാണ് ഡിസ്കസ് ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, അൽ അറേബ്യൻ നോവൽ ഫാക്ടറി. ട്വിൻ നോവൽസ് എന്ന് പറയുന്നത് ഈ രണ്ട് പുസ്തകങ്ങളും ഇൻ്റർ കണക്റ്റഡ് ആണ്. അതായത് രണ്ട് പുസ്തകങ്ങളുടെ കഥകളും തമ്മിൽ ബന്ധമുണ്ട്. പക്ഷേ ഈ രണ്ട് പുസ്തകത്തിനും വേറെ വേറെ അസ്തിത്വമുണ്ട്. അതായത് ഒരു പുസ്തകം വായിച്ചാലേ ഈ പുസ്തകം വായിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഈ പുസ്തകം വായിച്ചാലേ മറ്റേ പുസ്തകം വായിക്കാൻ പറ്റുള്ളൂ, അങ്ങനെയില്ല. പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ആദ്യം നിങ്ങൾ മുല്ലപ്പൂ നിറമുള്ള പകലുകൾ വായിക്കുക, അതിനുശേഷം അൽ അറേബ്യൻ നോവൽ ഫാക്ടറി വായിക്കുക. ഓക്കെ, കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. കാനഡയിൽ താമസിക്കുന്ന പ്രതാപിനെ അദ്ദേഹത്തിൻ്റെ ബോസ് നട്ടപ്പാതിരാത്രിക്ക് ഒരു പ്രൊജക്റ്റ് അസൈൻമെൻറ്റ് കൊടുക്കുന്നു. കാനഡയിലെ ടൊറൻഡോ സൺഡേ എന്ന മാഗസിനിലെ ജേർണലിസ്റ്റാണ് പ്രതാപ്. പ്രൊജക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ലോകപ്രശസ്തനായിട്ടുള്ളൊരു എഴുത്തുകാരനുണ്ട്. ആ എഴുത്തുകാരന് ഒരു ബുക്ക് എഴുതണം അടുത്തതായിട്ട്. ആ ബുക്കിന് വേണ്ടി ഡാറ്റാസ് കളക്ട് ചെയ്യാൻ ഒരു ടീം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ടീം വർക്കാണ് പ്രതാപ് ഏറ്റെടുക്കേണ്ടത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു അതിശയോക്തി ഉണ്ടാവാം. ലോകപ്രശസ്തരായിട്ടുള്ള എഴുത്തുകാർക്കൊക്കെ എഴുതാൻ വേണ്ടി ഡാറ്റാസൊക്കെ കളക്ട് ചെയ്യാൻ ടീമൊക്കെ ഉണ്ടാവുമോ എന്നൊക്കെ നമ്മളൊന്ന് ചിന്തിക്കും. ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും, വലിയ വലിയ എഴുത്തുകാർക്കൊക്കെ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ ആൾക്കാരുണ്ടാവുമായിരിക്കും. പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ നിന്ന് എഴുതുന്നതായിരിക്കും ബാക്കിയൊക്കെ. അപ്പം അദ്ദേഹം എഴുതാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അറബ് ദേശത്തെ പറ്റിയിട്ടാണ്. മിഡിൽ ഈസ്റ്റേൺ കൺട്രീസിൽ നടക്കുന്ന കലാപങ്ങളും അവിടുത്തെ ജനങ്ങളെ പറ്റിയിട്ടും അങ്ങനെ ആ രാജ്യമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥ അല്ലെങ്കിൽ ഒരു വർക്കാണ് നമ്മുടെ എഴുത്തുകാരന് വേണ്ടത്. ഈ പ്രൊജക്റ്റിന് വേണ്ടി പോകാൻ ഉദ്ദേശിക്കുന്ന രാജ്യം റിസ്കി ആയിട്ടുള്ളൊരു സ്ഥലമാണ്. മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്ന പുസ്തകത്തിലെ പോലെ തന്നെ ഇവിടെയും പ്രതാപ് പോകുന്ന രാജ്യവും പ്രതാപ് താമസിക്കുന്ന സിറ്റിയും ഒക്കെ അൺനെയിംഡ് ആണ്. അതായത് പേരില്ലാത്ത രാജ്യം അല്ലെങ്കിൽ പേരില്ലാത്തൊരു സ്ഥലം. പക്ഷേ ഈ റിസ്ക് എല്ലാം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ പ്രതാപ് ആ രാജ്യത്ത് പോകാൻ തീരുമാനിക്കുകയാണ്. എന്തായിരിക്കാം കാരണം ഇത്രയെല്ലാം റിസ്ക് എടുത്ത് പോകണമെങ്കിൽ? പ്രതാപ് പണ്ട് സ്നേഹിച്ച പെൺകുട്ടിയുള്ള രാജ്യമാണ് ഈ പറഞ്ഞ രാജ്യം. അപ്പോൾ പ്രതാപ് ആ നാട്ടിൽ പോയിട്ട് ആ പെൺകുട്ടിയെ കണ്ടുമുട്ടുമോ? അതുപോലെ തന്നെ പ്രതാപ് ആ നാട്ടിൽ പോയിട്ട് പ്രതാപിന് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെയാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ പുസ്തകത്തിൽ പറയുന്നത്, പ്രതാപ് ആ നാട്ടിൽ നിന്ന് യാദൃശ്ചികമായിട്ട് സമീറ പർവീൺ എന്ന പാകിസ്ഥാനി പെൺകുട്ടി എഴുതിയ സ്പ്രിംഗ് വിത്തൗട്ട് സ്മെൽ എന്ന പുസ്തകം കാണാനിടയായി. അത് ആ രാജ്യത്ത് ബഹിഷ്കരിക്കപ്പെട്ട ഒരു പുസ്തകമാണ്. എന്തുകൊണ്ടാണ് ആ പുസ്തകം ആ നാട്ടിൽ ബഹിഷ്കരിക്കപ്പെട്ടതും അതുപോലെ തന്നെ സമീറ പർവീൺ ആരാണെന്നും എന്നൊക്കെ പ്രതാപ് അവിടെ അന്വേഷിക്കുന്നുണ്ട്. ഈ പുസ്തകത്തിൽ ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ ഓഥർ എടുത്തു പറയുന്നുണ്ട്. ഇറാനിയൻ റവല്യൂഷൻ, അറബ് വസന്തം അല്ലെങ്കിൽ അറബ് സ്പ്രിംഗ്, ഇതിന് ജാസ്മിൻ റവല്യൂഷൻ എന്നും പറയും. അതേപോലെ ഇറാൻ ഇറാഖ് വാർ, ഏകാധിപതികളുടെ ക്രൂരതകൾ, ജനാധിപത്യത്തിൻ്റെ പോരായ്മകൾ, എങ്ങനെയാണ് ഒരു മനുഷ്യൻ മനുഷ്യ ബോംബാവുന്നത്, എങ്ങനെയാണ് ഒരു മനുഷ്യൻ തീവ്രവാദി ആവുന്നത്, അങ്ങനെ പല കാര്യങ്ങൾ ഓഥർ ഇവിടെ സംസാരിക്കുന്നുണ്ട്. എന്നെ ഈ ബുക്കിൽ വളരെയധികം ചിന്തിപ്പിച്ചൊരു കാര്യമുണ്ട്. പ്രതാപ് ചിന്തിക്കുന്നുണ്ട്, എന്തെങ്കിലും ദൈവത്തിനെ കണ്ടുമുട്ടുമ്പോൾ ദൈവം നമ്മളോട് ചോദിക്കുകയാണ്, നിന്റെ സഹോദരൻ എവിടെ? നിന്റെ സഹോദരൻ എവിടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ദൈവത്തിനോട് എന്ത് പറയും എന്ന് പ്രതാപ് ചിന്തിക്കുന്നുണ്ട്. മനുഷ്യരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നെടുക്കുമ്പോൾ സ്വന്തം സഹോദരനെ തന്നെയാണ് നിങ്ങൾ കൊല്ലുന്നത് എന്ന് ഓഥർ നമ്മളോട് പറയാണ്. പിന്നെ ഇത് വായിച്ചപ്പം എനിക്കെന്തോ ഇന്ത്യയിൽ ജനിച്ചതിന് വളരെയധികം അഭിമാനം തോന്നി. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ രാഷ്ട്രം, നമ്മുടെ ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് കൺട്രി തന്നെയാണ്, ജനാധിപത്യ രാഷ്ട്രമാണ്. നമ്മൾക്ക് നമ്മുടെ ഭരണാധികാരികൾക്കെതിരെ വിമർശിക്കാം. അവർക്കെതിരെ വിമർശിച്ചുകൊണ്ട് നമുക്ക് FBയിൽ പോസ്റ്റ് ഇടാം. അവർക്കെതിരെ വിമർശിച്ചുകൊണ്ട് നമുക്ക് കാർട്ടൂൺ വരയ്ക്കാം. അവർക്കെതിരെ വിമർശിച്ചുകൊണ്ട് നമുക്ക് പല കമൻസുകളും സോഷ്യൽ മീഡിയയിൽ എഴുതാം. അത് വലിയൊരു കാര്യമാണെന്ന് എനിക്ക് പുസ്തകം വായിച്ചപ്പോൾ തോന്നിപ്പോയി. വിമർശിക്കുന്നതൊക്കെ തെറി വിളിക്കുന്നതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ആശയപരമായിട്ട് വിമർശിക്കുന്നത്. ഓക്കെ, ഡിഫറൻസ് നോട്ട് ചെയ്യണേ. തെറിവിളി വേറെ, വിമർശനം വേറെ. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, ഒരു കൂട്ടം ജനത അവരുടെ ഭരണാധികാരികൾക്കെതിരെ ഒരു തരത്തിലും അവർക്ക് വിമർശിക്കാൻ പറ്റാണ്ട്, അവർക്കെതിരെ ഒന്ന് അനങ്ങാൻ പോലും പറ്റാണ്ട്, അവരെ ഒന്ന് നോക്കി പഠിപ്പിക്കാൻ പോലും പറ്റാണ്ട്, അവരുടെ ഫോട്ടോ ഒന്ന് വലിച്ചെറിയാൻ പോലും പറ്റാണ്ട്, ഒരു തരത്തിലും ഭരണാധികാരികൾക്കെതിരെ ഒരു മുട്ടുസൂചി പോലും ചലിപ്പിക്കാൻ പറ്റാത്തൊരു ജനത. ജനാധിപത്യം മരിച്ചു അവിടെ, അല്ലേ? പിന്നെ ഓഥർ പറയുന്ന ഏറ്റവും വലിയൊരു കാര്യം, ജനാധിപത്യം തന്നെ
നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, പല രാജ്യങ്ങളിലും ജനാധിപത്യം എന്ന് പറയുന്നത് ഫാമിലിയിലേക്കാണ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നത്. ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു ഫാമിലിയിൽ നിന്ന് അയാളുടെ തലമുറകൾക്കല്ല പോകേണ്ടത്. ഒരു നല്ല ഭരണാധികാരിയിൽ നിന്ന് അടുത്ത നല്ല ഭരണാധികാരിയിലേക്കാണ് ഡെമോക്രസി പോകേണ്ടത്, ജനാധിപത്യം പോകേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ചിന്തകൾ നമുക്ക് ഈ പുസ്തകം സമ്മാനിക്കുന്നുണ്ട്. ഇനി ഈ പുസ്തകത്തിൻ്റെ ബാക്ക് എൻഡിൽ പറയുന്ന സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രതാപ് എന്ന ഒരു റിയൽ വ്യക്തിയുണ്ട്. പ്രതാപിൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ തന്നെയാണ് അൽ അറേബ്യൻ നോവൽ ഫാക്ടറിയിൽ ബെന്യാമിൻ എഴുതിയിട്ടുള്ളത്. പ്രതാപ് അവിടെ വെച്ച് കണ്ട ആ പുസ്തകം, അതായത് സമീറ പെർവീൻ്റെ എ സ്പ്രിംഗ് വിത്തൗട്ട് സ്മെൽ എന്ന പുസ്തകമാണ് ബെന്യാമിൻ മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്ന പുസ്തകമാക്കി മാറ്റിയത്. അപ്പോൾ നമുക്കറിയാം, മുല്ലപ്പൂ നിറമുള്ള പകലുകൾ വായിച്ചാൽ ഡെഫിനറ്റ്ലി നമ്മൾ ഇൻ്റർനെറ്റിൽ പോയിട്ട് സമീറ പെർവീനെ പറ്റിയിട്ടും സമീറ പെർവീൻ എഴുതിയ എ സ്പ്രിംഗ് വിത്തൗട്ട് സ്മെൽ എന്ന ബുക്കിനെ പറ്റിയിട്ടും സെർച്ച് ചെയ്യും. പക്ഷേ സമീറേനെയും അവൾ എഴുതിയ പുസ്തകത്തിനെയും നമുക്ക് എവിടെയും കാണാൻ പറ്റില്ല. ഇതേ അവസ്ഥ നമ്മൾ ഇൻ്റർനെറ്റിൽ തപ്പി മടുത്ത ആ ഒരു അവസ്ഥ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അൽ അറേബ്യൻ നോവൽ ഫാക്ടറിയിൽ പ്രതാപും അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും ആർ.ജെ. സമീറ പെർവീൻ ഉണ്ടോ, ശരിക്കും അവൾ എഴുതിയ പുസ്തകമുണ്ടോ, ശരിക്കും പ്രതാപ് എന്ന വ്യക്തി ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും അല്ലേ. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ബെന്യാമിൻ എന്ന ബ്രില്യൻ്റ് ആയിട്ടുള്ള റൈറ്റർ ഒരു ഡോക്യു റിയലിസം എഫക്റ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു ഫിക്ഷനാണ് സമീറ പെർവീനും അതുപോലെ തന്നെ അവളുടെ പുസ്തകവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഓഥർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് റിയൽ ലൈഫും അതുപോലെ തന്നെ കുറച്ച് ഫിക്ഷനും കൂടി കലർന്ന പുസ്തകങ്ങളാണ്. അപ്പോൾ ഓഥർ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ആർ.ജെ. സമീറയും അവളുടെ പുസ്തകവും പ്രതാപും ഒക്കെ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല, ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഈ ഒരു ക്യൂരിയോസിറ്റി ഈ ബ്രില്യൻ്റ് റൈറ്റർ നമ്മൾ റീഡേഴ്സിനൊക്കെ സമ്മാനിച്ചിട്ടുണ്ട് അല്ലേ. ഇത് വായിച്ച ആൾക്കാർക്ക് അത് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. ഞാൻ വിശ്വസിക്കാൻ ശ്രമിക്കുന്നത് ഒരു ഫിക്ഷൻ ആണെന്നാണ്. എന്നാലും എൻ്റെ മനസ്സ് പറയുന്നു എവിടെയോ സമീറ പെർവീൻ എന്നൊരു വ്യക്തി ഉണ്ട് എന്ന്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ രണ്ട് പുസ്തകം വായിക്കണം. ആദ്യത്തെ പുസ്തകം മുല്ലപ്പൂ നിറമുള്ള പകലുകൾ വായിച്ചതിന് ശേഷം ഈ രണ്ടാമത്തെ പുസ്തകം വായിക്കണം. കാരണം രണ്ടാമത്തെ ബുക്ക് ക്ലൈമാക്സിൽ എത്തുമ്പോൾ നമുക്കൊരു റിയലൈസേഷൻ വരും, അത് അങ്ങനെയായിരുന്നല്ലേ എന്നുള്ളൊരു ഫീൽ ഉണ്ടല്ലോ. ആ ഒരു ഫീൽ കിട്ടണമെങ്കിൽ ഈ ഒരു ഓർഡറിൽ വായിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾക്ക് ഇനിയും ഒരുപാട് ബുക്സിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, ഈ ഒരു ചാനലിനെ പറ്റി പറയുക, അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം, കാരണം ഐ വിൽ ഇംപ്രൂവ്. ഓക്കെ, അപ്പോൾ ശരി, ടേക്ക് കെയർ.